എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നേ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ചെറിയൊരു വ്ലോഗും നമ്മളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതേണ്ട പതിവ് പോലെ നമ്മൾ എഴുന്നേറ്റ് വെളുപ്പിന് 4 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ് അതിന് ശേഷം തേണ്ട അടുക്കളയിൽ വന്നിട്ടുണ്ട്. കഞ്ഞി ഞാൻ തിളപ്പിച്ച് വാർക്കുവാണ്. കഞ്ഞി തലേദിവസം വെച്ചായിരുന്നു, എളുപ്പമുണ്ടല്ലോ, തിളപ്പിച്ച് വാർത്താൽ മതിയല്ലോ. അതിന് ശേഷം കട്ടൻ വെച്ചിട്ടുണ്ട്, കട്ടനും തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിന്നൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളിന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് പരിപ്പ് കുക്കറിനകത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ അതേണ്ട കുറച്ച് പരിപ്പ് ഞാനൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കൈക്കണക്കിലൊരു കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി നമുക്കിത് അടുപ്പത്ത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിതൊന്ന് കഴുകി അടുപ്പത്ത് വെക്കട്ടെ. ദോശമാവ് നമ്മൾ അരച്ച് വെച്ചത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പിടാതെയാണ് വെക്കുന്നത്, ഉപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. അപ്പോൾ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാഹുലിന് ദോശ മതി എന്ന് പറഞ്ഞ കാരണം നമുക്കിന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്ന് ഞാനൊന്ന് ഇതും കൂടി ഒന്ന് കലക്കി വെക്കുവാണ്. പിന്നെ അതിൻ്റെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും സവോളയും അതുപോലെ തന്നെ തക്കാളിയും നമ്മുടെ കായും ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അരിഞ്ഞ് നമുക്ക് കുക്കറിനകത്തോട്ട് പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതും കൂടി ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. കഷ്ണം അരിഞ്ഞിട്ടുള്ള സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും പുളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇതൊന്നുകൂടെ അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും. പിന്നെ എൻ്റെ സൗണ്ടിനൊരു ചെറിയ പ്രശ്നമുണ്ട്, ജലദോഷമുണ്ട്. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പം സൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പത്തേന് വേണ്ട ഞാൻ ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് കുക്കർ അടച്ച് വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒറ്റ വിസിലടിപ്പിച്ചിട്ട് അന്നേരം തന്നെ നമ്മൾ എയർ കളയണം, അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വല്ലാതെ എങ്ങായിപ്പോവും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എയർ കളയും. അതിന് ശേഷം തന്നെ നമ്മളിപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഞാൻ സെപ്പറേറ്റ് എണ്ണയിലിട്ട് വഴറ്റിയാണ് സാമ്പാറിനകത്ത് ചേർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു കൊഴുപ്പ് വരും, അതിവിടെ ചേട്ടന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട്. അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതിട്ട് കൊടുക്കാൻ മതി. അതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പിന്നെ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചമ്മന്തിയാണ്. അതിനായിട്ട് ഇതായിട്ട് തക്കാളി ഞാൻ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുവാണ്. തക്കാളിയും സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇച്ചിരി 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും മുളക് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റാനായിട്ട് ചെറുതീയിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നിട്ട് വേണം നമുക്കിതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയാണോ ചേർത്ത് കൊടുക്കുന്നത്. അത് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയാണെന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ബ്രാഹ്മിൺസിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഈ പൊടികളൊക്കെ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഊഹത്തിനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അളവും കണക്കുകളൊന്നും എനിക്ക് ശരിയാവത്തില്ല. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പം കറക്റ്റായിട്ട് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. എന്നാലും എനിക്ക് കറക്റ്റായിട്ട് വരുന്നത് ഇങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോഴാണേ. അപ്പം ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരായ്മ വരുവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എപ്പോഴും ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. എല്ലാം അങ്ങനെ തന്നെയാണ്. പുളിയാണെങ്കിലും ഉപ്പാണെങ്കിലും പൊടികളാണെങ്കിലും ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കും. അതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തും കൂടെ ചേർക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെ വെണ്ടയ്ക്കായും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ സാമ്പാറും ഇവിടെ റെഡിയായിട്ട് വരും. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പം ഉപ്പൊക്കെ കുറവാണ്. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും അതുപോലെ തന്നെ വെള്ളവും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇടയ്ക്ക് ഞാൻ നമ്മുടെ തക്കാളി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം ഓരോ സമയത്ത് ധൃതിയിൽ ചെയ്യണം. കാരണം അല്ലെങ്കിൽ 6:30 നമുക്ക് ഇവർക്കൊന്നും കൊടുത്തു വിടാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് കറികളൊക്കെ ചെയ്യണം. പിന്നെ നമ്മളിനി തോരൻ വെക്കണം. അതിനായിട്ട് ഞാൻ മീനെടുത്ത് ഇട്ടിട്ടുണ്ട്. പൊടി മീൻ മേടിച്ചത്, നമ്മുടെ നത്തൽ മേടിച്ച് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് തോരൻ വെക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ സാമ്പാറിൻ്റെ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കടുക് വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കടുക് വറുക്കുന്നതിൻ്റെ കൂടെ. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ സാമ്പാറൊരു പൊടിയുടെ കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കടുക് വറുക്കാനായിട്ട്. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറി പരിപ്പൊക്കെ ഇട്ടിരിക്കുന്ന കുറുകിയിരിക്കുവാണെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് കേട്ടോ. ഇപ്പോഴല്ല പിന്നീട്. അപ്പം ഞാൻ അതും കൂടെ നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ മീൻ പീര പറ്റിക്കാൻ നത്തലാണ് എടുത്തത്. അതിൻ്റെ മുള്ള് മുഴുവൻ ഞാൻ അതിനകത്തുനിന്ന് കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കൂട്ടാൻ എളുപ്പമാണല്ലോ. ഞാൻ മുള്ള അതിനകത്ത് മുഴുവൻ വലിച്ചു കളഞ്ഞു. അതിന് ശേഷം വേണ്ട തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവോളയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് എനിക്ക് ഇങ്ങനെ പീര പറ്റിക്കുന്നതാണ് ഇഷ്ടം. ഒതുക്കി എടുക്കുന്ന ഇഷ്ടമില്ല. ഇങ്ങനെ ആകുമ്പോഴത്തേന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ സവോളയും കൂടി അരിഞ്ഞിട്ട് ആവശ്യത്തിന് തേങ്ങയും ഇട്ട് കൊടുത്ത് കുടംപുളി ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങയൊക്കെ ചിരണ്ടിയത് മേടിക്കുന്നുണ്ട്. നമുക്ക് എളുപ്പമാണ്. രാവിലത്തെ ഈ തിരക്കിനിടയിൽ ഇതൊക്കെയാണ് എളുപ്പം. പിന്നെ ഞാൻ ചിരണ്ടാത്ത സമയത്ത് തലേദിവസം തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വെക്കും. അപ്പം നമുക്കിത് പെട്ടെന്നെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. മീൻപീര പറ്റി വന്നപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് അടുപ്പിലോട്ട് മാറ്റി. അതിന് ശേഷം തേണ്ട നമ്മൾ ഒരു വെള്ളരിക്ക പച്ചടി വെക്കാമെന്ന് വിചാരിച്ച് രാഹുലിന് പച്ചടി വെക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനൊരു വെള്ളരിക്ക ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും കടുകും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് തൈരും കൂടി അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പച്ചടിയും റെഡിയായിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാവും. പച്ചടിയൊക്കെ വെക്കാൻ പെട്ടെന്ന് വെക്കാമല്ലോ. നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കേണ്ട താമസമുള്ളൂ. പിന്നെ തൈരും തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിരിക്കുന്നുണ്ട്. നമുക്കിതെല്ലാം പടുപടേന്ന് ഉണ്ടാക്കിയെടുക്കാം. അവന് പച്ചടി അങ്ങനെയുള്ള കറികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഞാനോടത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ 2 ദിവസത്തിനാവുകയും ചെയ്യുമല്ലോ. അപ്പം വലിയ പുളിയില്ലാത്ത തൈരുമാണ്. ഒത്തിരി പുളിയായുള്ള തൈര് എടുക്കരുത് പച്ചടി വെക്കുമ്പോൾ. ഒരു മീഡിയം സൈസിൽ പുളിയുള്ള തൈര് പച്ചടി വെക്കാൻ എടുക്കാവുള്ളൂ. അപ്പോൾ ഓണത്തിന് വെച്ച പച്ചടിയൊക്കെ തീർന്നു. അപ്പോൾ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ 2-3 ദിവസത്തേനാവുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൈരും കൂടി ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ഒഴിക്കണം. എണ്ണയ്ക്കകത്താണ് ഞാൻ വഴറ്റിയെടുത്തിരിക്കുന്നത് നമ്മുടെ വെള്ളരിക്കായ. അതിന് ശേഷം എല്ലാം ചൂടാകരുത്. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത്. നമ്മുടെ തൈര് പിരിഞ്ഞു പോകും.
വേണ്ട ഉപ്പും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം. അത് ഇപ്പം ഞാൻ പച്ചടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുന്നൊന്നും എടുത്തില്ല, എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി നീണ്ടു പോവുകയും ചെയ്യും. അതിനില്ല സമയവും ഇല്ല രാവിലെ ഇതെല്ലാം കൂടി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കടുക് വറുത്ത് ഞാൻ നമ്മുടെ തക്കാളി ചമ്മന്തിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻപീരയും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് നോക്കിയായിരുന്നു ഇടയ്ക്ക്, അതിന് ഉപ്പും പുളിയൊക്കെ നോക്കി അതും എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാറും മീൻപീരയും പച്ചടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പിന്നെ മീൻപീരിയോട് വലിയ താല്പര്യമില്ല രാഹുലിന്, എന്നാലും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. വേണ്ട ഇപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ദോശ ഉണ്ടാക്കണം, കുറച്ച് ചായ വെക്കണം, പിന്നെ ചോറും പൊതിയൊക്കെ എടുക്കണം, അവർക്ക് കഴിക്കാൻ കൊടുക്കണം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ ജോലികളും. പിന്നുള്ള ജോലികളെന്ന് പറഞ്ഞാൽ അവർ പോയതിന് ശേഷം തൂത്തുവാരുകയും അതുപോലെ തന്നെ തുണിയൊക്കെ ഉണ്ട് അതൊന്ന് കഴുകണം, പാത്രങ്ങളൊക്കെ കഴുകണം. പിന്നെ നമ്മുടെ അടുക്കള കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കുളമായി കിടക്കുമായിരിക്കും ഒന്ന് പാചകം കഴിയുമ്പം. അന്നേരം വൃത്തിയാക്കിയാലും എല്ലാം പാത്രമൊക്കെ കഴുകാനൊക്കെ കിടക്കും പിന്നീട്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചെയ്യണം. പിന്നെ എനിക്ക് രാഹുലിനുള്ള ദോശയും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചേട്ടന് ദോശ ഒന്നും രാവിലെ പറ്റത്തില്ല, ചേട്ടന് കഞ്ഞി തന്നെ വേണം, അല്ലെങ്കിൽ ജോലി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് രാഹുലിനുള്ള ദോശയും പിന്നെ ചായയും വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.